ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എയർലൈൻ മോഡലുള്ള നമ്മൾ അംബ്രല്ല സ്കേർട്ടൊക്കെ അല്ലേ, അതുപോലെയുള്ള ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കേർട്ട് പോലെ തോന്നിക്കുകയും ചെയ്യും. എന്നാലോ ഇതൊരു സ്കേർട്ടല്ല, പാൻറ്റായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുക്കുക. വേസ്റ്റ് എൻ്റെത് ഇവിടെ 30 ആണ്. 30ൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 1/4 എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8.5 ഇഞ്ചോളം വരും. 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എടുക്കണം. 8.5 ഇഞ്ച് വേസ്റ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലെങ്ത്ത് ഇവിടെ വരുന്നത് 30 ആണ് കേട്ടോ. 30 ലെങ്ത്തിലാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ 30യും നമ്മളെ വേസ്റ്റും ഞാൻ കോർണറിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 30 നമ്മൾ എടുത്തു. അതിന് ശേഷം നേരത്തെ വെച്ച 8.5യും കൂടി നമ്മൾ കൂട്ടിയിട്ട് ആ കോർണറിന് തന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ കൗച്ചേരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. കൗച്ചേരിയൻ്റെ ഇറക്കം നോക്കൽ വേസ്റ്റിൻ്റെ അളവ് നോക്കുക. 34 ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു 10ഉം കൂടിയും കൂട്ടുമ്പോൾ 44. അതിൻ്റെ 1/4 ആണ് നമ്മൾ കൗച്ചേരിയ ആയിട്ട് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ 12 ഇഞ്ചാണ് കൗച്ചേരിയ ഞാനിങ്ങനെ ആർച്ചായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 12 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ കൗച്ചേരിയക്ക് അളവെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര തന്നെ വീതി വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വീതി കുറച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിവിടെ ഒട്ടും വീതി കുറക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആർച്ച് ചെയ്ത ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. വീതി ഇത്ര വേണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വീതി കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് സൈഡിലൂടെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇത്ര വീതി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഭാഗം അങ്ങ് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് കിട്ടും. അത് രണ്ട് സൈഡും നമ്മൾ ഈ ഒരു 2 ഭാഗമല്ലേ വരുന്ന ആ കൗച്ചേരിയ, ആ 2 ഭാഗവും നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഞാനൊരു ക്ലോത്ത് ട്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടതാണ്. അപ്പം താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് അലക്കി ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നൂലും മെഷീൻ്റെ തന്നെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഇട്ട് വെക്കാൻ പറ്റും. എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾക്കും ഇതുപോലത്തെ ക്ലോത്ത് ട്രേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ കൗച്ചേരിയ നമ്മൾ ഇതുപോലെ 2 ഭാഗവും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഭാഗവും ഇതുപോലെ തന്നെ കർവായിട്ടുള്ള ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാൻറ്റ് നമുക്ക് വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ലൂസിലായതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിരിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി 2 ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കൗച്ചേരിയ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റിൽ നമ്മൾക്കൊരു ബാൻഡ് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2.5 ഇഞ്ചോളം ബാൻഡിൻ്റെ നീളം വേണേ. അതുപോലെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടിഭാഗവും ഒന്ന് മടക്കി തയ്ക്കണം. ഇനി നമുക്ക് വേസ്റ്റിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മളെ വേസ്റ്റിൻ്റെ അളവിൽ നിന്നും ഒരു 5 or 6 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. അതിന് നമ്മൾക്ക് എലാസ്റ്റിക് കുറച്ചൊരു വലിഞ്ഞ് നിൽക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു 5 ഇഞ്ചോളം നമുക്ക് എലാസ്റ്റിക് കുറച്ചെടുക്കാം വേസ്റ്റിൻ്റെ അളവിൽ നിന്നും. ഇനി നമ്മൾ വേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാൻഡ് 2.5 ഇഞ്ചോളം നീളം വീതി വരുന്ന നീളത്തിലുള്ളൊരു ബാൻഡ് ഞാൻ ആദ്യം വേസ്റ്റിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു 2.5 ഇഞ്ചിലാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാൻറ്റ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ലൂസിലുള്ള പാൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കേർട്ട് ധരിക്കുന്ന പോലെ തോന്നൽ, എന്നാൽ ആ ഒരു പാൻറ്റിൻ്റെ കംഫർട്ട് ഉണ്ടായിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് എലാസ്റ്റിക് വെക്കുന്ന ഒരു പണിയാണ് ബാക്കിയുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പീസില്ലേ, അത് നമ്മൾ ഇതുപോലെ അങ്ങ് കൂട്ടിയടിക്കുക. അതിനുശേഷം നമ്മൾക്ക് എലാസ്റ്റിക് ഇതുപോലെ ഒരു വശത്ത് എലാസ്റ്റിക് നമ്മൾ ഒരു 4-5 സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾക്ക് എലാസ്റ്റിക് ഈ ഒരു ഭാഗം ബാൻഡ് നമുക്കിതുപോലെ മടക്കിയിട്ട് അതിന് സൈഡിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾക്കിങ്ങനെ നീക്കി കൊടുക്കണം. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ വരാത്ത രീതിയിൽ സൈഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ഏകദേശം എലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾക്ക് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളൊരു പണിയുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റിക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് എല്ലാം ഈവൻ ആക്കുക, എൻ്റെ ഞെറികളൊക്കെ ഈവൻ ആക്കുക. എന്നിട്ട് നമുക്ക് സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ജോയിൻ ചെയ്യുന്ന പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അടിഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിന് നമ്മൾ സ്ട്രെയിറ്റ് അല്ലല്ലോ, ആർച്ച് പോലെയുള്ള കേവ് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മടക്കി തയ്ക്കുമ്പം നമുക്ക് എല്ലായിടത്തും ഈവനായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരൊറ്റ ഫോൾഡിങ് കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷം വീണ്ടും ഒരു ഫോൾഡും കൂടിയും കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഈ ഒരു യു ഷേപ്പിലുള്ളതും അതുപോലെ ആർച്ചായിട്ടുള്ള ഭാഗമൊക്കെ അംബ്രല്ല ടൈപ്പിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ അടിഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചാൽ മതി. എന്താ വെച്ചാൽ അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് സ്റ്റിച്ചിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ ഈ ഒരു പാൻറ്റിന് വേണ്ടിയിട്ട്. വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.